കുടുംബത്തിലെ ആൾ വേണ്ടേ? ആ കുടുംബം ഉള്ളതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇല്ലെങ്കിൽ ഛിന്ന ഭിന്നമായി പോകും. രാജീവ് ഗാന്ധി മരിച്ചു കഴിഞ്ഞിട്ട് സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ല. നരസിംഹറാവു പ്രൈം മിനിസ്റ്ററായി. എന്തായിരുന്നു കോൺഗ്രസിൻ്റെ അന്നത്തെ സ്ഥിതി? അന്ന് പിരിഞ്ഞു പോയതാണ് മമതാ ബാനർജി, കോൺഗ്രസിൽ നിന്ന് പോയതാണ്. ഈ മണിശങ്കർ അയ്യർ 2 ആഴ്ച മമതാ ബാനർജിയുടെ കൂടെ TMCയിൽ ചേർന്നിട്ട് പിന്നെ തിരിച്ചു വന്നതാണ്. അർജുൻ സിംഗ് വേറെ പാർട്ടി ഉണ്ടാക്കുന്നു, പ്രണബ് മുഖർജി വേറെ പാർട്ടി ഉണ്ടാക്കുന്നു. ഓരോരുത്തരും അവരവർക്ക് തോന്നിയ പോലെ പാർട്ടിയൊക്കെ ഉണ്ടായി കോൺഗ്രസ് ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫൈനലി ഇപ്പോൾ കോൺഗ്രസിന് മനസ്സിലായി, സോണിയാഗാന്ധിക്ക് മനസ്സിലായി, ഈ കുടുംബമാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ ജനിച്ച ആരെങ്കിലും, അയാൾ എത്ര വലിയ പൊട്ടനോ എന്തുമായിക്കോട്ടെ, അയാൾക്ക് മാത്രമേ കോൺഗ്രസിനെ ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റുള്ളൂ. അയാൾ ബുദ്ധിശൂന്യനാണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം.